ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ആശങ്കയുളവാക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപയുടെ രൂപത്തിൽ രാജ്യം നേരിടുന്നത്. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 90 എന്ന റെക്കോർഡ് തകർത്ത് 90.21 വരെ എത്തി നിൽക്കുന്നു. ഏതാനും മാസങ്ങൾക്കിടെ മാത്രം 5% മൂല്യശോഷണമാണ് രൂപയ്ക്ക് സംഭവിച്ചത്. ഏഷ്യൻ കറൻസികളിൽ വെച്ച് ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന കറൻസിയായി രൂപ മാറിക്കഴിഞ്ഞു. രൂപയുടെ ഈ തകർച്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ആഭ്യന്തരവും ആഗോളവുമായ സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഫലമായി സംഭവിച്ച ഒരു ചരിത്രപരമായ പ്രക്രിയയുടെ മൂർധന്യാവസ്ഥയാണിത്. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ താരതമ്യേന കരുത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യാനന്തരവും. 1983 ആദ്യമായി രൂപയുടെ മൂല്യം $10 എന്ന നിരക്ക് മറികടക്കുന്നത്. അതായത് $1 10 രൂപ നൽകിയാൽ മതിയായിരുന്നു. ഈ കാലയളവിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അടഞ്ഞ സ്വഭാവമുള്ളതായിരുന്നു. വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് തുച്ഛമായിരുന്നു. എന്നിരുന്നാലും ഉയർന്ന പണപ്പെരുപ്പവും വിഭവങ്ങളുടെ പരിമിതികളും അക്കാലത്തും വെല്ലുവിളിയായിരുന്നു. ആഭ്യന്തര ആവശ്യങ്ങൾക്കും വളർച്ചയ്ക്കും പ്രാധാന്യം നൽകിയ ഈ സാമ്പത്തിക ഘടന ഒരു പരിധിവരെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ സഹായിച്ചു. ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ ഒരു ദശാബ്ദമായിരുന്നു 1990-കൾ. 1991 ഏപ്രിലിൽ രൂപയുടെ മൂല്യം 20ലേക്ക് വീണു. രാജ്യത്തെ വൻതോതിലുള്ള വ്യാപാര കമ്മിയും കുറഞ്ഞ വിദേശ നാണ്യ കരുതൽ ശേഖരവുമാണ് ഈ തകർച്ചയ്ക്ക് വഴിവെച്ചത്. സ്ഥിതിഗതികൾ ഗുരുതരമായപ്പോൾ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിനായി രാജ്യത്തെ കരുതൽ സ്വർണം വിദേശത്തേക്ക് പണയം വെക്കേണ്ട അവസ്ഥ പോലും അന്നത്തെ സർക്കാരിനുണ്ടായി. ഈ കടുത്ത നടപടികൾ പോലും രൂപയുടെ തകർച്ച തടയാൻ പര്യാപ്തമായിരുന്നില്ല. 1993 ആയപ്പോഴേക്കും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 30ലേക്ക് എത്തി. തുടർന്ന് 1990കളുടെ അവസാനത്തിൽ ഏഷ്യൻ രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യ നേരിട്ടു. ഇത് രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാൻ കാരണമായി. 1998 രൂപയുടെ മൂല്യം 40ലേക്ക് തകർന്നു. ഈ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു പ്രധാന കാരണം പൊഖ്രാൻ ആണവ പരീക്ഷണത്തെ തുടർന്ന് ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഉപരോധമായിരുന്നു. വിദേശത്തു നിന്നുള്ള വായ്പകളും നിക്ഷേപങ്ങളും തടസ്സപ്പെട്ടത് രൂപയെ പ്രതികൂലമായി ബാധിച്ചു. 2000-ന് ശേഷമുള്ള ആദ്യ ദശകത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതിന്റെ വേഗതയ്ക്ക് അല്പം കുറവുണ്ടായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവുമാണ് ഇതിന് പ്രധാന കാരണം. ഈ കാലഘട്ടത്തിൽ വൻതോതിൽ വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് ഒഴുകിയെത്തി. വിവരസാങ്കേതിക വിദ്യാ മേഖലയും സേവന മേഖലയും അതിവേഗം വളർന്നു. ആഗോള കമ്പനികൾ ഇന്ത്യയിലേക്ക് കൂട്ടത്തോടെ വന്നത് വിദേശ നാണ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും രൂപയ്ക്ക് താങ്ങാവുകയും ചെയ്തു. എങ്കിലും ഈ വളർച്ചയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ ബാധിച്ചതുപോലെ ഇന്ത്യൻ രൂപയെയും കാര്യമായി ബാധിച്ചു. ഈ മാന്ദ്യം രൂപയെ 50ലേക്ക് തള്ളിയിട്ടു. ആഭ്യന്തര വളർച്ച മന്ദഗതിയിലാവുകയും അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ ഉയരുകയും ചെയ്തു. സർക്കാർ വിവിധ സാമ്പത്തിക പാക്കേജുകൾ ആവിഷ്കരിച്ചാണ് അന്ന് വലിയൊരു തകർച്ചയിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയത്. 2013 രൂപയുടെ മൂല്യം 60 എന്ന നിരക്കിലായിരുന്നു. ആ വർഷം ഏഷ്യയിലെ കറൻസികളിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഇന്ത്യൻ രൂപയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ രൂപയുടെ മൂല്യത്തകർച്ചയുടെ വേഗം വർദ്ധിച്ചു. 2018 രൂപയുടെ മൂല്യം 70ലേക്ക് വീണു. 2022 80ലേക്ക് മൂക്കുകുത്തി. ഈ കാലയളവിലെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾക്കപ്പുറം ആഗോളമായിരുന്നു. അമേരിക്കൻ ഡോളറിന്റെ ആഗോളപരമായ ശക്തിപ്പെടൽ, COVID-19 മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക സ്തംഭനം, റഷ്യ-യുക്രൈൻ യുദ്ധം കാരണം എണ്ണവിലയിലും ചരക്ക് നീക്കത്തിലുമുണ്ടായ വർധനവ് എന്നിവയെല്ലാം രൂപയ്ക്ക് ക്ഷീണമുണ്ടാക്കി. ഏറ്റവും ഒടുവിലത്തെ തകർച്ച 80 കടന്ന് 90ലേക്ക്. നിലവിലെ മൂല്യ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണം ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ പലതവണയായി ഉയർത്തിയതാണ്. പലിശ നിരക്കുകൾ ഉയരുമ്പോൾ ആഗോള നിക്ഷേപകർക്ക് ഡോളർ അധിഷ്ഠിത നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷകമാവുന്നു. ഇതോടെ ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്നും വൻതോതിൽ വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെടുകയും ആ നിക്ഷേപങ്ങളെല്ലാം ഡോളറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇത് ഡോളറിന് കൂടുതൽ കരുത്ത് നൽകുകയും വിദേശ നാണ്യം രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ രൂപയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കുറവ് വരുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത് സ്വാഭാവികമാണ്. ഈ വർഷം ആദ്യത്തിൽ 84 നിന്നിരുന്ന രൂപയുടെ ഇപ്പോൾ 90 എന്ന നിരക്കും കടന്ന് താഴേക്ക് പതിച്ചു. മാസങ്ങൾക്കിടെയുണ്ടായ ഈ കുത്തനെയുള്ള ഇടിവ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രൂപയുടെ മൂല്യ തകർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ ഒരുപാട് അവശ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ $1 കൂടുതൽ രൂപ നൽകേണ്ടി വരും. ഇത് ഇറക്കുമതി ചെലവ് കൂട്ടുകയും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം വിദേശ കറൻസികളിൽ വായ്പയെടുത്ത കമ്പനികൾക്കും സർക്കാരിനും തിരിച്ചടയ്ക്കേണ്ട തുക രൂപയുടെ മൂല്യത്തിൽ കണക്കാക്കുമ്പോൾ വർദ്ധിക്കുന്നുണ്ട്. രൂപയുടെ സ്ഥിരതയില്ലായ്മ വിദേശ നിക്ഷേപകരെ കൂടുതൽ അകറ്റാനും സാധ്യതയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ രാഷ്ട്രീയ വിമർശനങ്ങളും ശക്തമായിട്ടുണ്ട്.
2013 രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസ് ഇപ്പോൾ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് ഭരണകക്ഷിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ചുരുക്കത്തിൽ രൂപയുടെ നിലവിലെ തകർച്ച എന്നത് കേവലം ഒരു സംഖ്യയുടെ മാറ്റമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന സംഭവമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വിദേശ നിക്ഷേപം ആകർഷിക്കുക, വ്യാപാര കമ്മി കുറയ്ക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധയൂന്നേണ്ടതുണ്ട്.